الرحمن الرحيم عباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما صدق الله العظيم. ബഹുമാനികളെ, ഞാൻ കഴിഞ്ഞ രാത്രി നിങ്ങളോട് പറഞ്ഞു വെച്ച വിഷയം ഖൽബിനുള്ള രോഗങ്ങളിൽപ്പെട്ട ഒരു രോഗമാണ് കിബിർ. കിബിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഅന മറ്റാളെ ചെറുതായിട്ട് കാണും, അവന്റെ നഫ്സിനെ അവന്റെ തടിനെ വലുതായിട്ട് കാണും. ഇതിനേക്കാണ് കിബിർ എന്ന് പറയുന്നത്. മറ്റാൾ ആണത്ത് കാണുന്നത് കൂട്ടായി ആവണമെങ്കിൽ സ്വന്തം നഫ്സിന് ഞാൻ വലിയവരാണ്. അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുന്നു, അതിന്റെ കിബറാണ് വലിയത് എന്നുള്ള ആ വിചാരം. അത് ഖൽബിലേക്ക് വന്ന ആ മനുഷ്യനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു മനുഷ്യൻ സുവർഗത്തിൽ കടക്കൂല. എങ്ങനെയുള്ള ആള്? അവന്റെ ഖൽബിൽ മിസ്കാല ദർറത്തിൻ, ഒരു അണുന്തരക്കുള്ള ചെറിയ ഒരു കിബർ അവന്റെ ഖൽബിലുണ്ടെങ്കിലും സുവർഗത്തിൽ കടക്കൂല എന്ന് അതിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ കിബർ എന്നുള്ളത് നമ്മളെ നരകത്തിലേക്ക് കടത്തിക്കുന്ന ഒരു സാധനമാണ്. വളരെ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ നിഅമത്തിൻ റഹ്മത്തിനെ തൊട്ട് ദൂരത്താവുന്ന ഒരു സംഗതിയുമാണ് കിബർ. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാഹ് മഹാനവർകളുടെ ചെറിയ ഒരു ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം. കിബറിനെ ഖൽബിൽ നിന്ന് ഇല്ലാണ്ടാക്കലിയെന്ന്. ഇബ്രാഹിം ബിൻ അദ്ഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കാം, ഏറ്റവും വലിയ ഒരു സാഹിദാണ്, ആദ്യം രാജാവാണ്. 10-18 രാജ്യത്തിന്റെ ഭരിക്കുന്ന ഒരു രാജാവ് ഇങ്ങനെ കട്ടിലും കടന്നിൽ ആലോചിക്കുന്നു, എനിക്ക് നല്ല ഒരു തഖ്വ ഉള്ള ആളായി സൂഫിയാക്കളോട് കൂടെ നല്ല ആൾക്കാരോട് കൂടെ കൂടണം, അല്ലാഹുവിലേക്ക് അടുക്കണം എന്നുള്ള നിയ്യത്ത് അദ്ദേഹം കരുതുന്നു. ഇത് ഖൽബിനെ ശുദ്ധിയാക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ കരുതുകൊണ്ടിരിക്കുമ്പോഴാണ് മേൽഭാഗത്തു നിന്ന് ഒരു ശബ്ദം കിട്ടും, വരന്റെ മേൽഭാഗം. നോക്കുമ്പോൾ ഒരാളുണ്ടാവും, ആളിങ്ങനെ കേടുന്ന അവിടെ. ഇബ്രാഹിം ചോദിച്ച്, നിങ്ങളെന്താ കേടുന്നത്? അല്ലെങ്കിൽ എന്റെ ഒട്ടകം കാണുന്നില്ല, ആ ഒട്ടകം മേലെ ഉണ്ടാ നോക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നത്. അപ്പൊ ഈ പൊരന്റെ മാളിന്റെ മേലെ ഒരു ഒട്ടകത്തിന് കയറാൻ വേണ്ടി സാധിക്കും? അയാൾ ഇബ്രാഹിം അതവനിലേക്ക് നിനക്ക് സുഖമില്ല, തിരക്ക് വിരാന്ത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിരാന്തല്ല, വിരാന്ത് നിങ്ങൾക്കാണ്. കാരണം എന്താ? നിങ്ങൾ രാജകൊട്ടാരത്തിന്റെ മേല് നല്ല സുഖത്തോട് കിടന്നിട്ട് എന്റെ ഈ സാഹിര്യങ്ങളായ ഔലിയാക്കന്മാരിൽ പെടുത്തുന്ന നിങ്ങളെക്കാരും ഒരു വിരാന്ത് ഞാനാണ്. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി, ശരിയാണ്, ഞാൻ ഇത്ര സുഖത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലായി. ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഞാൻ പോയാൽ എന്റെ കാലെന്താവും, എന്റെ ഭക്ഷണം ഉണ്ടാവും, ഞാൻ എങ്ങനെ കിടക്കും, ഞാൻ എങ്ങനെ ഉറങ്ങും, ഇങ്ങനെയുള്ള ഈ ഫിക്ർ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇബ്രാഹിം ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ വന്ന് ഇയാൾ വരന്റെ ദൂരമുള്ള ഒരു മരുന്നിന്റെ ഇടയിൽ വന്നിട്ട് ഒരു കെട്ടെല്ലാം വീച്ച് അതിലുള്ള സാധനത്തെ തുറന്നിട്ട് റൊട്ടിയെല്ലാം നിന്ന് കാണുന്നു. വെള്ളം കുടിച്ചതിന്റെ പുറകെ അദ്ദേഹം ഈ കെട്ടിന് തലഞ്ഞടി വെച്ച് നല്ല ഉറങ്ങി. കുറച്ച് കഴിയുമ്പോൾ എണീച്ച് അസർ ആ സമയത്ത് ഇബ്രാഹിം വിളിച്ചു കൊണ്ടുപോകും. വളരെ ഞാനൊരു പുസ്തകം എന്താ ഇവിടെ വന്ന് ഞാനിങ്ങനെ മൂന്നാളുകളുടെ ഭക്ഷണം കഴിച്ച അൽഹംദുലില്ലാഹ് നല്ല ഭക്ഷണം കഴിച്ചു, പിന്നെ കിടന്ന് ഉറങ്ങി നല്ല ഉറക്കം കിട്ടും, നിസ്കരിച്ച നല്ല സുഖത്തിലുണ്ട്. അപ്പൊ ഇബ്രാഹിം മനസ്സിന് ഇത്തരം ഈ മനുഷ്യനിക്ക് ഇത്തരം സുഖം കിട്ടാൻ എനിക്ക് കിട്ടുന്നില്ലല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ റെഡി നിൽക്കാൻ തയ്യാറില്ല. ഒരു മകനുണ്ട്, ഈ മകനെ ആടെ വിളിച്ചു നിർത്തി കൊണ്ടിട്ട് സ്വന്തം ഭാര്യനോട് പറയുന്നത്, ഇബ്രാഹിം പറയുന്നത്, കുറച്ചവനെ, ഞാൻ എന്റെ അഹലിനെയും എന്റെ മക്കളെയും ഞാൻ യതീമാക്കിക്കൊണ്ട് നിന്നിലേക്ക് ഞാനിതാ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം 2-3 പഴയ
ഡ്രസ്സും കുറച്ച് റൊട്ടി എടുത്ത് കെട്ടിയിട്ട് ആ മനുഷ്യനെ പ്രതികളെ ഇറങ്ങി. സാധിക്കുമോ ഇറങ്ങാൻ? സാധിക്കില്ല. അപ്പുറത്തുള്ള ആ സ്ഥലം ശരിക്കും വേണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോ ഡ്രൈവിംഗ് കാറ്റിൽ പോകുമ്പോൾ മുന്നിൽ വരുന്ന ഒരു കാരണക്കാരനെ പറഞ്ഞ ഡ്രൈവർ ഇങ്ങനെ സർക്കിൾ കാണുന്നത് പോലീസ് ആർച്ചുകളുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ എന്താകുമോ കൊടുക്കലിട്ട് ഒരു കൈ ഇപ്പുറത്ത് അപ്പുറത്തേക്ക് ഡ്രസ്സായിട്ട് എൻ്റെ വിൽക്കാറുന്നത് നോക്കി കറക്റ്റായിട്ട് കഴിഞ്ഞേക്കാം. എന്താണ് പിടിക്കുന്നത് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി സാധിക്കാത്തത് അപ്പുറത്ത് ഉറപ്പില്ല. നമ്മളെ കിട്ടിയാൽ എന്തോ ഉസ്താദ് പറയുന്നു. ഇബ്രാഹിം നബി ഇറങ്ങി നിന്റെ പൊരുത്തത്തിന് കയ്യാറാക്ക എന്റെ മക്കളെ ഞാൻ യതീമാക്കി നിന്നെ ഉദ്ദേശിച്ചു. ഇനി എന്റെ നീ കഷ്ടമായിട്ട് മുറിച്ചാലും നിന്നിലല്ലാണ്ട് ഞാൻ വൈകോട്ട് തിരിഞ്ഞു നോക്കുന്ന അഭിപ്രായം എനിക്കില്ല. അങ്ങനെ നീണ്ട ചരിത്രം. ഇബ്രാഹിം പോയി ഒരു സ്ഥലത്തെത്തുമ്പോ ഭക്ഷണം തീർന്ന് പിന്നെ ഒന്നുമില്ല. ആ സമയത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ജോലി അന്വേഷിച്ചു. ഒരു പണി കിട്ടുമോ? അത് എന്റെ അനുഭവത്തിലുണ്ട്. ഒരു പണി കിട്ടുമോ? അപ്പാണ് ഒരാൾ എന്ത് ഇവിടെ ചെയ്യാം. എന്നാ പിന്നെ ഈ നമ്മളിവിടെ ആലുണ്ട്, അടുത്ത മൃഗത്തിൽ കിട്ടുന്ന ആ ആലിന്റെ ആ ചാണത്തിൽ എടുത്തിന് മറ്റു സ്ഥലത്തേക്ക് മാറ്റണം. ആ റെഡി. അങ്ങനെ ഇതെല്ലാം എടുത്ത് ഒരു വലിയൊരു ബക്കറ്റ് ഇട്ട് ഇതിങ്ങനെ തലയിൽ വെച്ചിട്ട് അദ്ദേഹം പോകുമ്പോൾ അതിന്റെ വെള്ളം ഇതിലെ കൂടി ഇങ്ങനെ ഇറങ്ങുന്നു. രാജാവാണ്, 18 നാട്ടിലെ രാജാവ്. ഇതിങ്ങനെ ഇറങ്ങുന്നു. ആ അവസരത്തിൽ മനസ്സ് പറയുന്ന ഇബ്രാഹിമേ, നീ രാജകൊട്ടാരത്തിൽ താമസിച്ചാണല്ലേ ഈ അവസ്ഥ നിനക്ക് വന്നുപോയല്ലോ എന്ന് നഫ്സ് പറയുന്നു. ഇബ്രാഹിമിന്റെ ദേഹത്തോട് അതാണ് നഫ്സിന്റെ പണി. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. നഫ്സ് ബടക്കത്തരം കൊണ്ട് കൂടുതലും കൽപ്പിക്കുന്നതാണ്. അമ്മാർ ഏറ്റവും കൂടുതലായിട്ട് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിന് ഇബ്രാഹിം അദ്ദേഹമോട് നഫ്സ് പറയുന്നത്, നീ ഇങ്ങനത്തെ ഒരാൾ വന്ന് നീ ചാണപ്പൊറുക്കാൻ വേണ്ടി വന്നില്ലേ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അദ്ദേഹം ആ നഫ്സോട് പറയുന്നത്, നഫ്സേ ഇതിനേക്കാളും താണ പണി ഞാൻ എന്നോട് എടുപ്പിക്കും. ഈ പണി മാത്രമല്ല, ഇതിനേക്കാളും താണ പണി ഞാൻ എടുപ്പിക്കും. ഇത് മുതലാളി എനിക്ക് കേട്ടു അയാൾ നഫ്സോട് പറയുന്നത്. ആ അവസരത്തിൽ മുതലാളി വിളിച്ചുകൊണ്ടോ എന്താ ഒന്നുമില്ല, പിന്നെന്താ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇതിനെക്കാണ് താണ പണി ലോകത്തിൽ ഉണ്ട്. ഏത് മേല് ഇരക്കൊണ്ട് പോയി ആരെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കരുത്. അത് ഈ സാധനത്തിനേക്കാളും താണതാണെന്ന് ഇബ്രാഹിം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, മറ്റുണ്ടായോട് ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നത് ഏറ്റവും ഈ ചാണത്തിന് പുറത്തിനേക്കാളും അപ്പുറത്തതാണ് പണി. ഉണ്ടാവാൻ പാടുള്ളതോ അവനോട് കാത്തുരക്ഷിക്കട്ടെ. നമ്മളെപ്പോഴോ മേലുള്ള കയ്യിൽ കൊടുക്കാനുള്ള നോക്കിയപ്പോൾ പാപം ചെയ്യട്ടെ, മേകാനുള്ള വിധി അള്ളാഹു കൊടുക്കാൻ. ചില ആൾക്കാരുണ്ട്, ഒരു ഉസ്താദ് എവിടെ മനസ്സിലാറങ്ങൾ, ഞാൻ കോഴിക്കോട് കേരളം അല്ലെങ്കിൽ മകനാറ് എന്താ പറഞ്ഞത്, മകളെ വായിക്കുന്നത് ആ ഉസ്താദ് വേറെ എന്നറിയോ, നിങ്ങൾക്ക് തരാനും എനിക്ക് വാങ്ങാനും അപ്പാവും തോന്നിയത്. പിന്നെ എനിക്ക് വാങ്ങുന്ന പണിയിലാണ് മറ്റേ പണി കിട്ടുമോ? വാങ്ങുന്ന പണിയിലാണ് മറ്റേ പണി കിട്ടൂല. അങ്ങനെ എത്രയോ ആള് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തരാനും നമുക്ക് വാങ്ങാനും, നിങ്ങൾ അങ്ങനെ പറയണ്ട. അപ്പൊ ആ മാങ്ങ ആരോട് വേണ്ടി ഇറക്കരുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും താണതാണ്. അതുകൊണ്ട് ജോലി എടുക്കണം. ഇബ്രാഹിം അദ്ദേഹം മനസ്സോട് പറയുന്നതിനെ കാലത്താണ്. അപ്പൊ ആ നഫ്സിനെ ഇബ്രാഹിമിന് അദ്ദേഹം എന്ത് ചെയ്ത് അമർത്തി. ഇങ്ങനെയുള്ള ആ കിബിറ് മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിൽ ഇങ്ങനെ വരും. അതിനെ ഇല്ലാണ്ടാക്കണം. എന്തുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ എന്തെല്ലാം കച്ചവടം ചെയ്തെങ്കിൽ കാറിൽ ഇങ്ങനെ പോകുന്നുണ്ട് നോക്കാം. ആ പോകുമ്പോൾ മനസ്സ് പറഞ്ഞ് ഇപ്പൊ ഞാൻ തിരക്കേണ്ട ബാംഗ്ലൂരിൽ കിട്ടിയ ആളായിരുന്നു. അപ്പോഴെ നീ ഓർക്കണം, ഞാൻ മൂത്തരപ്പോയിട്ട് 2 പ്രാവശ്യം കൊണ്ട് പോയിട്ട് വന്നാണ് എന്ന് അല്ലെങ്കിൽ നമുക്ക് തന്നെ അങ്ങനെ തോന്നുന്ന അത് ആദ്യം കരുതിയത് ഈ രണ്ടാമത് ഇസ്തോഫാർ കൊണ്ട് ആദ്യം കരുതിയത് കൂടി
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഖൽബിന് കിബിറിൽ നിന്ന് തീരെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് ആ കിബിറിന്റെ നേരെ അക്സേതാണ് തവാദുഅ എന്ന് പറഞ്ഞിട്ട്. കിബിറോട് കൂടെ വേറെ ഒരു സാധനമുണ്ട്, ഉജ്ബ് എന്ന് പറയുന്നത്. ഇതെല്ലാം പഠിക്കേണ്ടത്. ഇത് നമ്മളുണ്ട് വിനാരം പറയുന്നില്ല. ഇപ്പൊ വേറെ പറയുന്നത് അടുത്ത കോഴ്സിനും അടുത്ത ഔദ്യാനും ആരോഗ്യം പോയി ഇന്ത്യയുടെ വരുത്തിയിരുന്ന അത് ആവശ്യമില്ല. നമ്മൾ നന്നായിരിക്കും, നമ്മൾ നന്നായിട്ട് മറ്റൊരാളുടെ വിഷയം പറയും. റുജുബ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. കിബിറ്, ഹസദ് ഇതെല്ലാം കേട്ടിട്ടുണ്ടാകും. റുജുബ് എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ അകപ്പെരുമാൻ ഭയമാൻ പറഞ്ഞ ഉള്ളിൽ ഒരു കിബിറ് പുറത്ത് കാണിക്കും. അത് എങ്ങനെ മനസ്സിലായ ദിവസം അത് നിന്റെ മകളുടെ കല്യാണത്തിന് എൻ്റെ ആൾക്കാരും എല്ലാം ഉഷാറായി വലിയ കല്യാണമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നാസിറിനെ കാണും. നിസാറിനെ ഞാൻ കാണുന്നു. കല്യാണത്തിനാണ് ഞാൻ ഒന്നായിട്ട് ഭക്ഷണം കഴിച്ചത്. എല്ലാം കണ്ടിട്ടും നിസാർ എന്താ നിസാർ നീ ഇന്നലെ വരാത്തത്? അറിയാം, ഒന്നായിട്ട് ഭക്ഷണം കഴിച്ചത്, ഒന്നായിട്ട് ഭക്ഷണം കഴിച്ചത് എനിക്ക് അറിയും. നീ എന്താ ഇന്നലെ ഞാൻ പറഞ്ഞു എന്താ ഉസ്താദ് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഒന്നായിട്ടല്ലേ ഭക്ഷണം കഴിച്ചത്. എങ്ങനെ ഭക്ഷണം ഇതെന്താ പറയാനുള്ളത്? ബാംഗ്ലൂർ അങ്ങനത്തെ കല്യാണം ആരും കഴിച്ചെന്ന് പറയുമ്പോൾ ഇവന്റെ മൂക്കല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ യാർക്കല്ലോ അതിങ്ങനെ ഒരു ചൂട്. അതെന്താ അതിലേക്ക് അകപ്പെരുമ മനസ്സിൻ്റെ ഉള്ളിൽ. ഇത് ഇവനോട് പറയിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു, നീ എന്ത് വരാത്ത ഒന്നായി ചോദിച്ച് എല്ലാ ഓർമ്മയുണ്ട്. അറിയാത്തവനാക്കുന്ന ഇതുവരെയ്ക്കും പറയണം. ഇതിനെ സൂക്ഷിക്കണം. ഇതിന്റെ നേരെ അതിന്റെ മാറ്റം എന്താണ്? തവാദുഅ എന്ന് പറയുന്നത്. തവാദുഅ എന്ന് പറഞ്ഞാൽ വദഅ എന്ന് പറഞ്ഞാൽ റഫഅ എന്ന് പറഞ്ഞ വേറെ. അപ്പൊ നമ്മൾക്കുള്ള നഫ്സിനെ താണിട്ട് കാണാൻ ഏറ്റവും താണ ഒരാളാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ തവാദഅ റഫഅഹു അല്ലാഹ്. ഒരുത്തൻ താഴ്ചപ്പാട് കാണിച്ചെങ്കിൽ പിന്നെ ആളെ കാണുമ്പോൾ നല്ല ഒരു സ്വഭാവമായി നിന്റെ തടിനെ ഒരു നാണത്തിൽ കണ്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് അല്ലാഹു തആല എത്തിക്കും. കാണിച്ച പോലെ ഞാൻ ഒരു താണ്, നീ ഒരു മുസ്ലിം തന്നെ, എല്ലാ കിതാബ് തിരിക്കുന്ന വലിയ ആലിമിന് പ്രാസംഗികനെ എന്നാണ് ഞാൻ അറിയുന്ന ആളെന്ന് നടക്കണ്ട. ഞാൻ അറിയാത്ത ആള് എന്നെക്കാൾ അറിയുന്ന ആള് എന്തിനോ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ അല്ലാഹു തആലയുടെ ഉയർന്ന വലിയ സ്ഥാനത്തേക്ക്. അപ്പൊ അതിന് ഉദാഹരണം പറയുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണം. സൂറത്തു നഹ്ൽ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. നഹ്ൽ എന്ന് പറഞ്ഞാൽ ആ നഹ്ലിന്റെ അർത്ഥം തേനീച്ച എനിക്കാണ്. എന്തുകൊണ്ടിട്ടാണ് ആ തേനീച്ച എന്നുള്ള പേര് കൊണ്ടിട്ട് ആ സൂറത്തിലേക്ക് പേര് വെക്കാനുള്ള കാരണം? അല്ലാഹുവിനുള്ള അജായിബ് ഖുദ്റത്തുകൾ അനവധിയുമുണ്ട്. അല്ലാഹു തആല ലോകത്തിലുള്ള എല്ലാ മൃഗജാതികളെയും അല്ലാഹു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്ക് ഒരു ടോണിക് തയ്യാറാക്കാൻ വേണ്ടി ഒരുങ്ങി. ടോണിക് ഒരു മരുന്ന്, അത് എല്ലാത്തിനും ഷിഫാണ്. ഖുർആൻ തന്നെ അതിനെപ്പറ്റി പറഞ്ഞത് ഷിഫാണ്, അത് ഷിഫയാണ്. അങ്ങനെ ഒരു ടോണിക് ഞാൻ തയ്യാറാക്കുന്നു. ഈനെ സ്വീകരിക്കാൻ, ഈനെ തയ്യാറാക്കാൻ ആർക്ക് സാധിക്കും എന്ന് ഒരു ചോദ്യം. അപ്പോഴാണ് ആന പോയിട്ട് പറയുന്നത്, പഠിച്ചോണ്ട് അത് ഞാൻ തന്നെ. എന്റെ തുമ്പിക്കയിൽ ഇങ്ങനെ വെച്ച് വലിച്ചാൽ എത്രയോ ലിറ്റർ ഞാൻ വെള്ളം വലിച്ച് തേന്ന് വലിച്ച് സ്റ്റോക്കാക്കാൻ കഴിയും. എനിക്കെടുക്കാൻ കാണുന്നില്ല. ആനെല്ലാം വെള്ളം അല്ലേ ഇങ്ങനെ ആക്കാൻ. ഒട്ടകം പറഞ്ഞ് ഞാൻ എത്ര മണി എന്നെ പെരടിയിലെ സ്റ്റോക്കാം. അങ്ങനെ ഓരോരോ മൃഗങ്ങളും. അപ്പൊ ഈ തേനീച്ച ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഞാൻ ഈ ആനന്റെ ആളെ പറ്റാമെങ്കിൽ ഞാൻ പോയിട്ട് എന്ത് കിട്ടും? ഈ ഇറങ്ങി എന്ത് കിട്ടും? എന്നെ കൊണ്ട് എന്ത് സാധിക്കും എന്ന് ഈ ഈച്ച എന്തൊരു ഡ്യൂട്ടി തരാം. എന്താ, നീ പോയിട്ട് കാട്ടും അവിടെ ഇവിടെ മരത്തിലുള്ള ആ തേരിനെ അതിനെ വലിച്ചു കൊണ്ടുവന്നിട്ട് കൂടുണ്ടാക്കി. കൂടിനെ പറ്റി പറയാൻ ഇപ്പൊ സമയമില്ല. ആ കൂടിന്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു കൂടുണ്ടാക്കി ഈ തേനിനെ അതിനെ സ്റ്റോക്കാക്കി നീ വെക്കണം എന്ന് പറഞ്ഞു. നമുക്ക് തേനിന്റെ അത്ഭുതം
അത് അതിൻ്റെ കൂടുണ്ടാക്കുന്നത് അത് അതിൻ്റെ അടുത്ത് കുറേ പിന്നെ വെള്ളം കൊണ്ടിൽ വെച്ചിട്ട് ചെറുത് കൊണ്ടിങ്ങനെ അടിച്ചടിച്ചിട്ട് തണുപ്പിച്ചിട്ട് AC ആണ്. ഇങ്ങനത്തെ അത്ഭുതം കുറേ ഉണ്ട് പറയാൻ. അങ്ങനെയുള്ള അത്ഭുതപ്പെട്ട ഒരു സാധനമായിട്ട് തീർന്നു. എന്തുകൊണ്ടിട്ട് ഈ തേനീച്ച മനസ്സിലാക്കി എന്നെ കൊണ്ടൊന്നും ആകില്ലത്, ഞാനൊരു താണാളാണെന്ന് മനസ്സിലാക്കിയത് ദൂരെ നിന്നത് കൊണ്ട് അല്ലാഹു വലിയ സ്ഥാനത്തിലാണ്. ഇതുപോലെ തന്നെ നമ്മുടെ തടിയെ വളരെ താണിട്ട് കാണാൻ ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കേണ്ട ആളല്ല എന്ന് വിചാരിച്ച അല്ലാഹു നിങ്ങളത് അത് മൃഗത്തിനും മനുഷ്യരിലും ഇബ്ലീസിനും ആ ബുദ്ധിമുട്ട് വന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഓരോരുത്തരോടും എന്റെ നഫ്സോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. ഓരോരുത്തരും എന്ത് ചെയ്യണം? അവന്റെ ഖൽബിനെ ഇങ്ങനെയുള്ള കടക്കത്തരത്തിലുള്ള ഖൽബിനെ ശുദ്ധിയാക്കി തവാദുഅ പോലത്തെ കാര്യങ്ങൾ കൂടുതലായി കൊണ്ടുവരാൻ വരട്ടെ. നമ്മൾ ഈ പറയുന്നതിൽ വെറുതെ ഈ സുഖമില്ലാത്ത പ്രയോജനമില്ലാണ്ടായിക്കോട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഇതിലും ഓരോ ദിവസത്തിലും ഓരോന്ന് നമ്മൾ ചെയ്യണം. ഇന്നിങ്ങനെ കേട്ടിട്ട് പോയിട്ട് നാളെ ഇങ്ങനെ എന്തോന്ന് മനസ്സിലാക്കി വരുമ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് അങ്ങനെ മനസ്സിലാക്കി അത് കൽബിൽ നീക്കിയാൽ നമ്മൾക്കുള്ള കൽബ് ക്ലീനായാൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ നല്ല അതുകൊണ്ട് അല്ലാഹു തആല നമ്മളൊക്കെയും അവൻ പൊരുത്തപ്പെടുന്ന നിലയ്ക്ക് നമ്മളെ കൽബിനെ ശുദ്ധിയാക്കി തരട്ടെ. അതുകൊണ്ട് എല്ലാ അവസരത്തിലും അത്തഹിയ്യാത്തിന്റെ അവസാനത്തിൽ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ തഅഅതിക. യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അല്ലാഹുവിന്റെ അടിമകൾക്കുള്ള ഖൽബ്, അല്ലാഹുവിന്റെ ഖുദ്റത്ത് എന്ന് പറയുന്ന ഈ രണ്ട് കൈയുള്ള വിരലുള്ള കൈ അല്ലാഹുവിനിക്കില്ല. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഖുദ്റത്ത് എന്ന് പറയുന്ന കയ്യിലേക്കുള്ള രണ്ട് വിരലിന്റെ ഇടയിലാണ് മനുഷ്യന്മാർക്കുള്ള അവൻ ഉദ്ദേശിച്ച മാതിരി ഇങ്ങനെ തിരിച്ചു വന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സാധനമാണ് ഖൽബ്. ആ ഖൽബിനെ ഞങ്ങൾ അത്തഹിയ്യാത്തിന്റെ ലാസ്റ്റ് ഞങ്ങൾക്ക് ദുആരക്കാം. യാ മുഖല്ലിബൽ ഖുലൂബ്, പിന്നെ തബ്ബിത് ഖൽബി അലാ തഅഅതിക. യാ മുഖല്ലിബൽ ഖുലൂബ്, യാ ഖൽബിനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, തബ്ബിത് ഖൽബി, എന്റെ ഖൽബിനെ നീ സുബൂതായി നിർത്തണം. അലാ തഅഅതിക, നിനക്ക് ഇബാദത്ത് എടുക്കുന്നതിന്റെ മേലെ എന്ന് നീ ദുആരക്കണം. അപ്പൊ ഖൽബിൽ പിന്നെ ചിലത് ഉദിച്ചു പോകുന്നതിനെ പറ്റി ഒരു തെറ്റില്ല. ഒരാൾക്ക് ഒരു പെണ്ണിനെ പറ്റി വേണ്ടാതെ ഉദിച്ചു പോയി അല്ലാഹു ശിക്ഷിക്കൂല. പ്രവൃത്തി നമ്മളിൽ ഉണ്ടായാൽ മാത്രം ഈ ഹൗദിൽ ഫുള്ള് വെള്ളം ഉണ്ടാകുന്ന അവസരത്തിൽ ഒരു ചെറിയ ഒരു കല്ലിനെ കൊണ്ടിട്ട് ആ ഹൗദിന്റെ മേലെ നീ ഇങ്ങനെ ഇടാം. കേട്ടാലോ? ആ കല്ല് വെള്ളത്തിലേക്ക് പോകുമ്പോഴെങ്കിലും തുളയാവും. എന്നിട്ട് കല്ല് താഴെ പോകുമ്പോൾ ആടെ കൂടും താഴെ തുളയാവും. അത് പോകുമ്പോൾ അതിൻ്റെ അപ്പുറം അങ്ങനെ തർത്തായിരുന്നു. ഇതുപോലെ കൽബ് ഇങ്ങനെ തോന്നലും പോകലും ഇങ്ങനെ ഉണ്ടാവും. അത് പിടിച്ച് അല്ലാഹു ശിക്ഷിക്കുക. അത് എന്ത് കൽബിൽ വന്നല്ല അല്ലാഹു. പിന്നീട് സ്വാലിഹീങ്ങളായിരിക്കുന്ന കൂട്ടർക്ക് അവർക്ക് അല്ലാഹുവിനുള്ള ഓർമ്മയല്ലാത്ത മറ്റേ ഒന്നും ഓർമ്മ കൽബിലേക്ക് വരാൻ പാടില്ല. ഒരു കൂട്ടർ നമ്മൾക്കെല്ലാം ജനാപത്തുണ്ടാവും ഇന്നലെയും പുറപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ പല സബബുകളുണ്ട്. ആരിഫീങ്ങൾക്ക് എങ്ങനെ ജനാപത്തുണ്ടാവല്? അല്ലാഹുവിനുള്ള ഓർമ്മ വിട്ടുപോലെ കൽബിന്ന് ഒരു സെക്കൻഡ് വിട്ടാൽ അവർക്ക് ജനാപത്ത്. ഒരു കൂട്ടർ പറയുന്നു, വലൗ ഖാതറത് ലീ ഫീ സിവാക ഇറാദത്തുൻ അലാ ഖാതിരി സഹവൻ ഹകംതു ബിദ്ദതി. അത് സൂഫിയാക്കളുടെ ഔലിയാക്കന്മാരുടെ സ്ഥാനമാണ്. വലൗ ഖാതറത് ലീ ഫീ ഖാതിരി, എന്റെ ഖൽബിന്റെ അകത്ത് ഒരു തോന്നൽ വന്നത് അല്ലാഹു അല്ലാത്ത വേറെ ഒരു വിചാരം എന്റെ ഖൽബ് വന്നാൽ ഹകംതു ബിദ്ദതി, ഞാൻ മുർത്തദാണെന്ന് ഞാൻ. അത് അവർക്കുള്ള കൽബ്. നമ്മൾക്കുള്ള കൽബ് അങ്ങനല്ല. നമ്മളെ കൽബിന്റെ അകത്ത് പലതും ഇങ്ങനെ വന്നു പോകും. ആ വരുന്ന അവസരത്തിൽ അതിന് ഇസ്തിഗ്ഫാർ ചെയ്ത് കൽബിനെ ശുദ്ധിയാക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത രാത്രി എന്ന് പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്ത് തരട്ടെ. നിങ്ങളെല്ലാവരും ഈ വഅദിന്റെ മജ്ലിസിൽ കൂടിയോട് എല്ലാവരും സാധുവായി എനിക്ക് വേണ്ടിയിട്ട് ദുആരക്കണം. എന്തിനു ദുആരക്കണം? ആഫിയത്ത് വേണം. പിന്നെ കുറച്ച് സാധുക്കൾ ഖിദ്മത്ത് എടുക്കണം. മരിക്കാൻ ഇങ്ങനെ അടുത്തോണ്ട് പോകുന്ന ദിവസം, ഈ ദിവസത്തിൽ മുഴുവനും എന്തെങ്കിലും ഖിദ്മത്ത് എടുത്തിട്ട് മരിച്ചതാന്നുള്ള ഒരു ഉദ്ദേശം
അതുകൊണ്ടിട്ട് അല്ലാഹു ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആഫിയത്തും ദീർഘായുസ്സും തരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഉപകാരപ്പെടണം. അല്ലാഹുമ്മ ഇൻ കാന ഹയാത്തു ഖൈറൻ ലി, ഹയാത്ത് എനിക്ക് ഖൈറാണെങ്കിൽ ഫഅഇന്നൽ ഇസ്ലാം, ഇസ്ലാമിലായി ഇങ്ങനെ നീ ജീവിച്ചു കുറച്ചു. വഇൻ കാന മമാതു ഖൈറൻ ലി, എനിക്ക് മരണം ഖൈറാണെങ്കിൽ ഫഅമിന് മഅൽ ഈമാൻ, തൗബയോ ഈമാനോടുകൂടി അങ്ങോട്ട് ജീവിച്ചു. ഇതാണ് നിങ്ങളുടെ പ്രവർത്തനം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് സാധുവായി എന്നെ കൂട്ടണം. നിങ്ങളുടെ ഹാദ്യമായൊരു പണിക്കാരനായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്, എന്നെ നിങ്ങൾ കാണേണ്ടതും ഞാൻ നിങ്ങളെ കാണുന്നതും നിങ്ങളുടെ നേതാക്കളായിട്ടാണ്. അല്ലാഹു തആല നിങ്ങൾ എല്ലാവരെയും പൊരുത്തപ്പെടുന്ന സാലിഹ്യങ്ങളിൽ പെടുത്തി തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله